എഴുതിക്കോളൂ, സൈക്ലിക് പോളിമറൈസേഷൻ. മൂന്നാമത്തേത് സൈക്ലിക് പോളിമറൈസേഷൻ. എന്താണ് സൈക്ലിക് പോളിമറൈസേഷൻ എന്ന് നോക്കാം. ഓക്കെ, സൈക്ലിക് മറ്റേ ലീനിയർ പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ ഒരു CH ട്രിപ്പിൾ ബോണ്ട് CHനെ നമ്മൾ എന്ത് ചെയ്തു? പോളിമറൈസേഷൻ ചെയ്തപ്പോൾ CH2 ഡബിൾ ബോണ്ട് CH2 പോളിത്തിനുണ്ട്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള കോമ്പൗണ്ടുകളാണ് ഉണ്ടായത്. എന്നാൽ അടുത്തത് സൈക്ലിക്കിന്റെ കേസിൽ ഈ ഈതൈനെ നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ചത് ഇങ്ങനെ. ഇപ്പൊ നോക്കിയോ, പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കത്തുള്ളൂ, എന്താ 3CH ട്രിപ്പിൾ ബോണ്ട് CH എന്നായിരിക്കും പരീക്ഷിക്കുന്നത്. പക്ഷെ ഞാനിപ്പോൾ നിങ്ങളെ ഇങ്ങനെ വിടർത്തി കാണിക്കാൻ പോവാണ്. നിങ്ങളും ഇങ്ങനെ പഠിച്ചാൽ മതി. CH ട്രിപ്പിൾ ബോണ്ട് CH, അതേപോലെ തന്നെ CH ട്രിപ്പിൾ ബോണ്ട് CH, അതേപോലെ തന്നെ CH ട്രിപ്പിൾ ബോണ്ട് CH. ഇതിനെ നമ്മൾ സൈക്ലിക് പോളിമറൈസേഷൻ ചെയ്യാൻ പോവാണ്. സൈക്ലിക് പോളിമറൈസേഷൻ ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു കോമ്പൗണ്ട് എന്താണെന്ന് അറിയുമോ? റെഡ് റീജൻ എന്താണെന്ന് അറിയോ? റെഡ് ഹോട്ട് ട്യൂബിനകത്തൂടാണ് കടത്തി വിടുന്നത്. 873 കെൽവിനിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യുന്ന അറിയാമോ? സൈഡ്, അതായത് സർക്കുലാർ പോളിമറൈസേഷൻ ചെയ്തിട്ട് ബെൻസീൻ ഉണ്ടാവും. ബെൻസീൻ എങ്ങനെ ഉണ്ടാകുന്ന പറഞ്ഞത്? ഓക്കെ, നമ്മൾ ഇങ്ങനെയാണ് സൈക്ലിക് പോളിമറൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? 3 ഈതൈൻ മോളിക്കൂൾ എടുക്കും. 3 ഈതൈൻ മോളിക്കൂൾ എന്ന് പറയുമ്പോൾ CH ട്രിപ്പിൾ ബോണ്ട് CH, എന്നിട്ട് ഇവിടെ ഒരെണ്ണം എഴുതുക CH ട്രിപ്പിൾ ബോണ്ട് CH, അതേപോലെ തന്നെ ഇവിടെ എഴുതുക CH ട്രിപ്പിൾ ബോണ്ട് CH. 3 മോളിക്കൂൾ എടുത്തു. പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ എങ്ങനെ ചോദിക്കത്തുള്ളൂ? 3CH ട്രിപ്പിൾ ബോണ്ട് CH എന്ന് ഇങ്ങനെ ചോദിക്കുള്ളൂ. മനസ്സിലായോ? അത് മനസ്സിലാക്കിക്കോണം അതെന്താണ്. അതെടുത്തിട്ട് നമ്മൾ ഇത് കഴിഞ്ഞാൽ സൈഡ് വൈസ് പോളിമറൈസ്. സൈഡ് വൈസ് എന്ന് പറയുമ്പോൾ ഇത് തമ്മിൽ ജോയിൻ ചെയ്യും, ഇത് തമ്മിൽ ജോയിൻ ചെയ്യും, ഇത് തമ്മിൽ ജോയിൻ ചെയ്യും. അതെ, അവിടെ ഇടണ്ടാണ്. അങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ നോക്കിയോ, അത് പ്രൊഡക്റ്റ് ഇവിടെ അല്ലേ വരിക? നോക്കിയോ, ഇങ്ങനെ ആയിരിക്കും ഉണ്ടാകുന്നത്. നോക്കിയോ, സി 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 സി, കണ്ടോ? അതായത് ഇവർ രണ്ടുപേരും രണ്ട് ഈ സൈഡിൽ വന്നു, ഇവർ രണ്ടുപേരും രണ്ട് ഇവിടെ വന്നു, ഇവർ രണ്ടുപേരും രണ്ട് ഇവിടെ വന്നു. ഓക്കെ, എന്നിട്ട് നോക്കിയോ, ഇനി ഇവർ തമ്മിൽ എന്തായാലും ജോയിൻ ചെയ്താലല്ലേ പറ്റത്തുള്ളൂ. ഇവർ തമ്മിൽ ജോയിൻ ചെയ്തു അല്ലേ? പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ 3 ബോണ്ട് ഉണ്ടായിരുന്നു. ആ 3 ബോണ്ടിൽ എന്താ, ഒരെണ്ണം തന്നെ ഇങ്ങോട്ടേക്ക് പോയി, ഈ 3 ബോണ്ടിൽ ഒരെണ്ണം ഇത് ഇവരുടെ ഇടയ്ക്ക് പോയി, ഈ 3 ബോണ്ടിൽ ഒരെണ്ണം ഇവരുടെ ഇടയ്ക്ക് പോയി. അങ്ങനെ ഓർത്താൽ മതി. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നോക്കിയോ, ഇവിടെ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വരുന്നു, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വരുന്നു, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വരുന്നു. ബാക്കി അതിലുള്ള H എല്ലാം അതേപോലെ തന്നെ അതേ തന്നെ ഉണ്ട്. ഈ ആളുടെ പേരെന്താ? ഇവനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും വരയ്ക്കാം. വേണ്ട, ഇങ്ങനെയും വരയ്ക്കാം. കണ്ടോ? അപ്പം സൈക്ലിക് പോളിമറൈസേഷൻ ചെയ്താൽ ഈതൈനെ സൈക്ലിക് പോളിമറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെൻസീൻ കിട്ടും എന്നും കൂടെ പഠിച്ചു വെച്ചേക്കണം. അപ്പൊ നമ്മൾ ഹൈഡ്രോ കാർബണിൽ ഏതൊക്കെ ഹൈഡ്രോ കാർബൺ ഇപ്പൊ പഠിച്ചു? ആൽക്കെയിൻ പഠിച്ചു, അതിന്റെ പ്രിപ്പറേഷനും കെമിക്കൽ പ്രോപ്പർട്ടിയും പഠിച്ചു. ആൽക്കീൻ പഠിച്ചു, അതിന്റെ പ്രിപ്പറേഷൻ കെമിക്കൽ പ്രോപ്പർട്ടി പഠിച്ചു. ആൽക്കൈൻ പഠിച്ചു, അതിന്റെ പ്രിപ്പറേഷൻ കെമിക്കൽ പ്രോപ്പർട്ടിയും പഠിച്ചു. ഇനി ഒരു ടൈപ്പ് ഓർഗാനിക് കോമ്പൗണ്ട് അല്ല ഹൈഡ്രോ കാർബൺ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ആരാ? അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ. അതാരാ? ഈ ബെൻസീൻ. അപ്പൊ ഈ ബെൻസീന്റെ പ്രിപ്പറേഷനും ബെൻസീന്റെ കെമിക്കൽ പ്രോപ്പർട്ടിയും കൂടെ നമുക്ക് പഠിക്കണം. പിന്നെ ബെൻസീന് ഇതൊന്നും അല്ലാതെ ഈ അരോമാറ്റിക് കോമ്പൗണ്ടിന് കുറച്ച് എക്സ്ട്രാ പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടി അരോമാറ്റിസിറ്റി അത് കണ്ടുപിടിക്കുന്ന ഹക്കൽ റൂൾ എന്ന് പറയുന്ന റൂളൊക്കെ വെച്ചിട്ടാണ്. അങ്ങനെ കുറച്ച് സാധനം കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം അടുത്ത് എഴുതേണ്ടത്, അപ്പൊ അത് കഴിഞ്ഞു നമ്മൾ ആൽക്കെയിൻ വരെ കഴിഞ്ഞു. ഇനി നമ്മൾ എഴുതുന്നത് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ എഴുതുക. അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ. അടുത്തത് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ. മെയിൻ ഹെഡിങ്. എടാ അതല്ലേ പറഞ്ഞത്, ആൽക്കെയിൻ നമ്മൾ പഠിച്ചു. ആൽക്കെയിനകത്ത് അതിന്റെ പ്രെപ്പ് പഠിച്ചു, അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി പഠിച്ചു. ആൽക്കീൻ പഠിച്ചു, അതിന്റെ പ്രെപ്പ് പഠിച്ചു, അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി പഠിച്ചു. ആൽക്കൈൻ പഠിച്ചു, അതിന്റെ പ്രെപ്പ് പഠിച്ചു, അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി പഠിച്ചു. ഇനി എന്താ? ഇനിയും അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ പഠിക്കാൻ പോവാ. അതിന്റെ പ്രെപ്പും അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടിയും പഠിക്കാൻ പോവാം. കൂടാതെ അതിന് കുറച്ച് എക്സ്ട്രാ കുറെ കാര്യങ്ങളൂടെ പഠിക്കാനുണ്ട്. അതുകൂടി ഇവിടെ പഠിക്കാൻ പോവാം. ഓക്കെ ആണല്ലോ? അപ്പം നിങ്ങൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്. അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ എഴുതി. അവരെ നമ്മൾ അരീൻസ് എന്നും പറയും. എന്താണ്? അരീൻസ്. ARENES, അരീൻസ്.
അവരുടെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് നമുക്ക് ബെൻസീൻ എടുക്കാം. ബെൻസീനെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാമേ. ബെൻസീന്റെ C6H6 ആണ് ബെൻസീൻ. ഈ അരോമാറ്റിക് ഹൈഡ്രോകാർബണിന്റെ ഒരു എക്സാമ്പിൾ മാത്രമാണ് ബെൻസീനെ. ഞാൻ അല്ലാതെ അവർക്ക് ജനറൽ ആയിട്ടുള്ള ഒരു ഇതൊന്നും അല്ല. അവർക്ക് ഇപ്പൊ ബെൻസീന്, മീഥൈൽ ബെൻസീന്, ടൊളുവിന് ഇതെല്ലാം ഈ അരോമാറ്റിക് ഹൈഡ്രോകാർബൺ ആണ് കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചോണം. ഓക്കെ, ഇനി നമ്മൾ ഈ അരോമാറ്റിക് കോമ്പൗണ്ട് ആണെന്ന് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? ഇങ്ങനൊക്കെ വന്നു കഴിഞ്ഞാൽ അത് അരോമാറ്റിക് കോമ്പൗണ്ട് ആവണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. അത് തീരുമാനിക്കുന്നത് അവരുടെ അരോമാറ്റിസിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പം അടുത്ത ഹെഡിങ് എഴുതേണ്ടത് അരോമാറ്റിസിറ്റി. ശ്രദ്ധിച്ചോണം, ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചോണം. അപ്പം ഈ അരോമാറ്റിസിറ്റി പറയുന്നത്, അരോമാറ്റിസിറ്റിയിൽ ഒരു റൂൾ ഉണ്ട്, ഹക്കൽ റൂള് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾക്കാർ മാത്രമേ എന്ത് അരോമാറ്റിക് കോമ്പൗണ്ട് ആവത്തുള്ളൂ. അല്ലാത്തവർ അങ്ങനെ ഷേപ്പ് വന്നെന്നും ഡബിൾ ബോണ്ട് വന്നെന്നും പറഞ്ഞിട്ട് എന്താവത്തില്ല, അരോമാറ്റിക് കോമ്പൗണ്ട് ആകത്തില്ല. ഓക്കെ ആണോ? ഓക്കെ, ഹക്കൽ റൂൾ പഠിച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ്, പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ അടുത്തത് നമുക്ക് പറയാം, അരോമാറ്റിസിറ്റി ഈസ് ഡിഫൈൻഡ് ബൈ ഹക്കൽ റൂൾ. അരോമാറ്റിസിറ്റി ഈസ് ഡിഫൈൻഡ് by Huckel rule. Aromaticity is defined by Huckel rule. ഇനി ഈ ഹക്കൽ റൂൾ എന്താണെന്ന് അറിയാമോ? ഹക്കൽ റൂൾ പറയുന്നത് അക്കോർഡിംഗ് ടു ഹക്കൽ റൂൾ സ്റ്റേറ്റ്മെന്റ് ആണ്. സൈക്ലിക്, പ്ലാനാർ and conjugated systems containing 4n+2 pi electrons. 4n+2 pi electrons are aromatic. അപ്പം അരോമാറ്റിക് കോമ്പൗണ്ട് ആവണമെങ്കിൽ എന്താവണം? എന്തൊക്കെ കണ്ടീഷൻ ആണ്? സൈക്ലിക് സാറ്റിസ്ഫൈ ചെയ്യണം. ഹക്കൽ റൂൾ എന്താ? അതായത് ഒരു കോമ്പൗണ്ട് സൈക്ലിക് ആയിരിക്കണം, അവൻ പ്ലേനാർ ആയിരിക്കണം, അതേപോലെ കോൺജുഗേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അറിയോ? ഈ ഡബിൾ ബോണ്ട് ഉള്ള സിസ്റ്റം, അതിനാണ് കോൺജുഗേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. സൈക്ലിക് ചെയിനിൽ ഡബിൾ ബോണ്ട് ഉള്ള സിസ്റ്റത്തെയാണ് കോൺജുഗേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. പ്ലെയിനാർ എന്ന് പറയുമ്പോൾ പ്ലെയിൻ ആയിരിക്കണം. മോളിക്യൂൾസ് നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ CH3 നിങ്ങൾ ഇങ്ങനല്ലേ, CH4 നിങ്ങൾ ഇങ്ങനല്ലേ വരയ്ക്കുന്നത്. എന്നാൽ CH4ന്റെ ഒറിജിനൽ മോളിക്യൂള് 3 dimensional structure of CH4 ശരിക്കും അത് ഞാൻ ഇവിടെ കൂടെ വരച്ചാൽ നോക്കിയോ, ഒരു H തന്നെ ഇങ്ങനെ ഇരിക്കും, ഒരു H തന്നെ ഇങ്ങനെ ഇരിക്കും, ഒരു H തന്നെ ഇങ്ങനെ ഇരിക്കും, ഒരു H തന്നെ ഇങ്ങനെ ഇരിക്കും. അതായത് ഒരു അടുപ്പ് കൂട്ടി പോലെ ഇരിക്കും, കണ്ടോ? ഇങ്ങനെ ഇരിക്കും, അടുപ്പ് കൂട്ടി പോലെ ഇരിക്കും. ഇങ്ങനെയാണ് 3 dimensional സ്ട്രക്ചർ ഇരിക്കുന്നത്. നമ്മൾ എങ്ങനെയാ വരയ്ക്കുന്നത്? ഇങ്ങനെ. അപ്പൊ ഇത് പ്ലേനാർ അല്ല, ഒറ്റ പ്ലെയിനിലല്ല ഇരിക്കുന്നത്. എന്താ? ഒരു പേപ്പർ എടുത്തിട്ട് അതിന്റെ മണ്ടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ പേപ്പറിന് മുകളിലോട്ടും താഴോട്ടും ഒക്കെ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. നേരെ മറിച്ച് ഒരു അരോമാറ്റിക് കോമ്പൗണ്ട് എടുത്ത് പേപ്പറിന് മണ്ടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ടിലയിൽ ഇങ്ങനെ ശവം പോലെ കിടക്കുന്ന പോലെ ഒറ്റ കിടപ്പ. ആണോ? നമ്മൾ കട്ടിലയിൽ കിടക്കുന്ന സമയത്ത് എന്താ, നമ്മൾ പ്ലെയിനാറാ, അല്ലാതെ കൈ ഇങ്ങനെ മുകളിലോട്ടും കാല് കട്ടിലിന്റെ അകത്തോട്ടും താഴോട്ടും ഒക്കെ ഇട്ടാണോ ഇരിക്കുന്നത്? അല്ലല്ലോ. അപ്പൊ നമ്മൾ എങ്ങനെ കിടന്നാലും ചുരുണ്ടും മറിഞ്ഞൊക്കെ കിടന്നാലും നമ്മൾ എന്താ, ആ കട്ടിലിന്റെ പ്ലെയിനിൽ തന്നെ കിടക്കുന്നത്. ശരിയല്ലേ? ആണോ? അപ്പൊ അതേപോലെ ആയിരിക്കണം അരോമാറ്റിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. പ്ലേനാർ ആയിരിക്കണം, 2 വട്ടത്തിലുണ്ടായിരിക്കണം, പിന്നെ ഡബിൾ ബോണ്ടുകൾ കാണണം, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് 4n+2 പൈ ഇലക്ട്രോൺസ് കാണണം. അത്രയും നമ്പർ പൈ ഇലക്ട്രോൺസ് കാണണമെന്നാണ്. പൈ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞായിരുന്നു, ഒരു ഡബിൾ ബോണ്ട് വരുവാണെങ്കിൽ അതിനകത്ത് ഒരെണ്ണം പൈ ആയിരിക്കും, ഒരെണ്ണം സിഗ്മ ആയിരിക്കും. ഒരു ട്രിപ്പിൾ ബോണ്ട് വരുവാണെങ്കിൽ അതിനകത്ത് 2 എണ്ണം പൈ ആയിരിക്കും, ഒരെണ്ണം സിഗ്മ ആയിരിക്കും. മനസ്സിലായോ? അപ്പം 4n+2 പൈ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ അതെന്താകത്തുള്ളൂ, അത് ഇത്രയും സാറ്റിസ്ഫൈ ചെയ്യണം. അത് പ്ലെയിനാർ ആയിരിക്കണം. ഇപ്പൊ നിങ്ങൾ ബെൻസീൻ എന്ന് പറയുന്നത് ഇങ്ങനല്ലേ ഇരിക്കുന്നത്? ആണോടെ? ഇതിനെ നിങ്ങൾ ഒരു പേപ്പറിനകത്തോട്ട് കൊണ്ട് കിടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ പേപ്പറിന്റെ പ്ലെയിനിൽ തന്നെ ഇരിക്കും. അങ്ങനെ ഇരിക്കും. മനസ്സിലായോ? നേരെ മറിച്ച് മീഥേനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ മീഥേൻ അടുപ്പ് കൂട്ടി വല്ലിരിക്കും, 3 കാല് താഴോട്ടും 1 കാല് മുകളിലോട്ടും. മനസ്സിലായോ? അപ്പൊ അത് ആ പ്ലെയിനിലല്ലെന്നാണ്. മനസ്സിലായോ? അതാണ് ഉദ്ദേശിക്കുന്നത് പ്ലെയിനാർ എന്ന് പറഞ്ഞാൽ.
ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 2-3 ചോദ്യങ്ങൾ ഇപ്പൊ തന്നെ തന്നേക്കാം. നോക്കിക്കോളൂ. ഇവിടെ നോക്കിക്കോ. n 1 ആണെങ്കിൽ, അല്ല ഇത് ബാക്കിയായിട്ട് n 1 ആണെങ്കിൽ നമ്മുടെ 4n + 2 എന്താവും? 4n + 2 എത്ര ആവും? if n is equal to 1, 4n + 2 എന്ന് പറയുമ്പോൾ എത്ര? 4 × 1 + 2, അത് എത്രയാ? അത്രയും പൈ ആണ്, അത്രയും പൈ ഇലക്ട്രോൺസ്. അപ്പൊ എത്ര? 4 × അതായത് 4 × അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം, is equal to 6 പൈ ഇലക്ട്രോൺസ്. അപ്പൊ 6 പൈ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അവൻ എന്താ? അവൻ അരോമാറ്റിക് ആണ്. if n is equal to 2, n is equal to 2 ആണെങ്കിൽ 4n + 2 പൈ ഇലക്ട്രോൺസ് വേണമെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് നോക്കിയോ, 4 × 2 + 2, അപ്പൊ എത്ര വരും? 10, 8 × 10, 10 പൈ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലും അവൻ എന്താണ്? അവൻ അരോമാറ്റിക് ആണ്. നേരെ മറിച്ച് 8 പൈ ഇലക്ട്രോൺസ് ഉള്ളെങ്കിലോ അവൻ അരോമാറ്റിക് ആണോ? അല്ല. 6 പൈ ഇലക്ട്രോൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 8 പൈ ഉണ്ടെങ്കിലോ 7 പൈ ഉണ്ടെങ്കിലോ എന്താണ്, അത്രയും പൈ എത്ര ഉണ്ടെങ്കിലും അത് അരോമാറ്റിക് ആവത്തില്ല. 10 പൈ ഇലക്ട്രോൺസ് തന്നെ വേണം. ഇനി n 3 വരുവാണെങ്കിലോ നോക്കിയോ, if n is equal to 3, n 3 വരുവാണെങ്കിൽ നോക്കിയേ, 4n + 2 പൈ ഇലക്ട്രോൺസ് വെച്ചിട്ട് നോക്കിയേ എന്ത് വരും? 4 × 3 + 2 പൈ ഇലക്ട്രോൺ എന്ന് വരുന്നു. അതായത് 14 പൈ ഇലക്ട്രോൺസ് എന്ന് വരുന്നു. ശരിയല്ലേ? അപ്പൊ 14 പൈ ഇലക്ട്രോൺസ്, അതായത് 6 പൈ ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ അരോമാറ്റിക് ആണ്, 10 പൈ ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ അരോമാറ്റിക് ആണ്, 14 പൈ ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ അരോമാറ്റിക് ആണ്. ഒരെണ്ണം കൂടെ വരയ്ക്കാം. n is equal to 4 വന്നു കഴിഞ്ഞാൽ 4 × 4 + 2 പൈ ഇലക്ട്രോൺസ് എന്ന് വരും. ശരിയല്ലേ? അപ്പൊ എത്ര? 18 പൈ ഇലക്ട്രോൺസ് എന്ന് വരും. അപ്പൊ 18 പൈ ഇലക്ട്രോൺസ് വന്നാലും എന്ത് തന്നെയാണ്? അവൻ അരോമാറ്റിക് ആണ്. ഇതിനിടയ്ക്കുള്ള 15, 16, 17 വന്നു കഴിഞ്ഞാൽ ഒന്നും അല്ല, എന്തല്ല? അവൻ അരോമാറ്റിക് അല്ല. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കിയോ, ബെൻസീൻ അരോമാറ്റിക് ആണോ? ഇനി ഞാനൊരു കാര്യം പറയാം, എങ്ങനെയാണ് പൈ ഇലക്ട്രോൺ കണ്ടുപിടിക്കുന്നത്? ഒരു 2 കാർബണിന്റെ ഇടയ്ക്ക് സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ആ ബോണ്ട് സിഗ്മ ബോണ്ട് ആയിരിക്കും, അവിടെ പൈ ബോണ്ട് ഇല്ല. 2 കാർബണിന്റെ ഇടയിൽ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരെണ്ണം സിഗ്മയും ഒരെണ്ണം പൈയും ആയിരിക്കും. 2 കാർബണിന്റെ ഇടയ്ക്ക് ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ അതിനകത്ത് ഒരു സിഗ്മയും 2 പൈയും ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ ബെൻസീൻ നോക്കിയേ, നമ്മൾ ബെൻസീൻ ഒരു അരോമാറ്റിക് കോമ്പൗണ്ട് ആണെന്ന് പറഞ്ഞ എക്സാമ്പിൾ ആദ്യമേ കൊടുത്തായിരുന്നല്ലോ. നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഒരു ഡബിൾ ബോണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട്. അപ്പം ഇവിടെ നോക്കിയേ, ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഈ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ബോണ്ട് സിഗ്മയും ഈ ബോണ്ട് എന്താ? ഈ ബോണ്ട് പൈ ആണ്. അപ്പൊ ഈ ബോണ്ടിന്റെ അറ്റത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? പൈ ബോണ്ടിന്റെ അറ്റത്ത് ഇവിടെ ഒരു ഇലക്ട്രോൺ, ഇവിടെ ഒരു ഇലക്ട്രോൺ. അപ്പൊ 2 ഇലക്ട്രോൺസ് ആയേ ഇവിടെ? ആണോ? 2 പൈ ഇലക്ട്രോൺസ് ആയേ? ഇവിടെ നോക്കിയേ, ഇത് സിഗ്മ ബോണ്ട് ആണ്, എന്നാൽ ഇത് പൈ ബോണ്ട് ആണ്. ഈ പൈ ബോണ്ടിന്റെ അറ്റത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 ഇലക്ട്രോൺസ് ഉണ്ടല്ലോ. അപ്പൊ ഇവിടെയും 2 ഇലക്ട്രോൺസ് ആയേ. ഇനി ഇവിടെ നോക്കിയേ, ഇതിനകത്ത് ഇത് സിഗ്മ ബോണ്ട്, ഇതെന്താ? ഇത് പൈ ബോണ്ട്. ഇതിന്റെയും അറ്റത്ത് 2 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ഇവിടെയും 2 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ബെൻസീനകത്ത് മൊത്തം എത്ര പൈ ഇലക്ട്രോൺസ് ഉണ്ട്? 6 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. 6 പൈ ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ അവൻ അരോമാറ്റിക് ആണോ അല്ലയോ? അപ്പം therefore അരോമാറ്റിക്. അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാൻ, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല, ബെൻസിൻ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട്. പക്ഷെ വേറൊന്നും ചോദിക്കുന്നുണ്ട്. ഇത് നോക്കിയോ, ക്വസ്റ്റ്യൻ ഒന്നും എഴുതണ്ട, ഇത് ഇതായിട്ട് അങ്ങ് എഴുതിയാൽ മതി, അതിന്റെ കണ്ടന്റ് ആയിട്ട് അങ്ങ് എഴുതിയാൽ മതി. ഇവിടെ നോക്കിയേ, എല്ലാവരും ശ്രദ്ധിച്ചേ. ഇവന്റെ പേര് നാഫ്തലിൻ എന്നാണ്, പാറ്റാ ഗുളിക, നാഫ്തലീൻ എന്നാണ്. ഇവൻ അരോമാറ്റിക് ആണോ അല്ലയോ? നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കണം, നോക്കിയോ, ഇത് പൈ ഇലക്ട്രോൺ ആണ്, പൈ ബോണ്ട് ആണല്ലോ, ഇത് പൈ ബോണ്ട് ആണ്. അപ്പൊ അതിനകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1, 2 അല്ലെ? ഇതൊരു പൈ ഇലക്ട്രോൺ ആണല്ലോ, പൈ ബോണ്ട് ആണല്ലോ, അതിനകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പം അവിടെയും 2, 2, 4, ഇതും പൈ ആണ്. ഓക്കെ ആണല്ലോ? ഇതും പൈ ഇലക്ട്രോൺ ആണ്, ഇതും പൈ ഇലക്ട്രോൺ ആണ്, ഇതും പൈ ഇലക്ട്രോൺ ആണ്. അപ്പം അവിടെ അറ്റത്ത് എത്ര ഇലക്ട്രോൺ? ഇവിടെ 1, 2, 3, 4, 5, 6. അപ്പൊ നോക്കിയേ, ഇവിടെ 6 പൈ ഇലക്ട്രോൺ, ഇവിടെ 2, 8, 8, 2, 10 പൈ ഇലക്ട്രോൺ ആണ്. ഇവിടെ ടോട്ടൽ എത്ര പൈ ഇലക്ട്രോൺസ് ഉണ്ട്? 10 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. 10 പൈ ഇലക്ട്രോൺസ് ഒന്ന് അരോമാറ്റിക് ആണോ?
ആണ്. അപ്പം എന്താ therefore aromatic. ചോദിച്ചു എവിടെ ഇവിടെ ബോണ്ട്, അവിടെ ബോണ്ട് ഇല്ല. ഈ സ്ട്രക്ചർ ഇതുപോലെ വരയ്ക്കാനല്ലേ പറഞ്ഞത്. ഈ സ്ട്രക്ചർ നേരത്തെ അറിയാവോ? ആ പിന്നെന്തുവാ? ഇവിടെ ഒന്നും ബോണ്ട് ഇട്ട് വെച്ചേക്കരുത് കേട്ടോ. ഇവിടെ 2 ബെൻസീൻ അങ്ങനൊന്നും അല്ല വരുന്നത്. ഇതിന് ഓരോത്തിനും ഓരോ സ്ട്രക്ചർ ഉണ്ട്. അല്ല നമ്മുടെ ഇഷ്ടത്തിനല്ല നമ്മൾ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്നത്. ബെൻസീന് 3 എണ്ണം കൊണ്ട് പറഞ്ഞ അത് ചേർത്ത് വെച്ചിരിക്കുന്നത് അതിന് 3 എണ്ണം ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. ഇനി അടുത്തത് അടുത്ത അന്ത്രാസി എന്ന് പറയുന്ന ഒരു ഇതാണ്. അന്ത്രാസി അത് അരോമാറ്റിക് ആണോ അല്ലയോ? ഇങ്ങനെ വരുന്നു. 3 ബെൻസീൻ റിംഗ് തന്നെ ഇങ്ങനെ ഒന്ന് വരയ്ക്കാം. ബെൻസീൻ റിംഗ് അല്ല, 3 ഈ സൈക്ലോ ഹെക്സേന്റെ റിംഗ് അങ്ങോട്ട് വരയ്ക്കാം. ബോണ്ടിങ് ഞാൻ പറയാം എങ്ങനെയാണ്. ഇവിടെ ഒരെണ്ണം ബെൻസീൻ റിംഗ് പോലെ തന്നെ കംപ്ലീറ്റ് ബോണ്ടിങ് ഇടുക. ബാക്കി മറ്റേതെല്ലാം നമ്മൾ നേരത്തെ ഇട്ട പോലെ തന്നെ. ഇവിടെ 2 എണ്ണം, ഇവിടെ 2 എണ്ണം. ഇവനെ ആന്ത്രാസീൻ എന്നാണ് ഇതിന്റെ പേര്. ആന്ത്രാസീൻ. അപ്പൊ നമുക്കറിയാം ഇത് പൈയാണ്, ഇത് പൈയാണ്, ഇത് പൈയാണ്, ഇത് പൈയാണ്, ഇത് പൈയാണ്, ഇത് പൈയാണ്, ഇത് പൈയാണ്. മൊത്തം എത്ര പൈ ബോണ്ട് ഉണ്ട്? 1 2 3 4 5 6 7 പൈ ബോണ്ട് ഉണ്ട്. അപ്പൊ 7 പൈ ബോണ്ടിനകത്ത് എത്ര പൈ ഇലക്ട്രോൺസ് കാണും? ഒരു പൈ ബോണ്ടിനകത്ത് 2 ഇലക്ട്രോൺസ് വെച്ചിട്ട് 7 എണ്ണത്തിനകത്ത് അപ്പൊ 14 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. 14 പൈ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അതെന്താ? therefore aromatic. ആന്ത്രാസീൻ. പറയട്ടെ, ഇവിടെ നോക്കിക്കോളൂ. അടുത്തത് നമ്മൾ ബെൻസിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു. ഇനി നമ്മൾ ബെൻസിന്റെ സ്പെഷ്യൽ പ്രോപ്പർട്ടീസ്. ഇനിയും ബെൻസിന്റെ എന്താ പഠിക്കാനുള്ളത്? പ്രിപ്പറേഷൻ പഠിക്കണം, കെമിക്കൽ പ്രോപ്പർട്ടിയും പഠിക്കണം അല്ലേ? അപ്പൊ ആദ്യം അടുത്ത് എഴുതിക്കോ, പ്രിപ്പറേഷൻ. പ്രിപ്പറേഷൻ ഓഫ് ബെൻസീൻ. നേരത്തെ എവിടെ നിന്നോ നമ്മൾ ബെൻസീൻ ഉണ്ടാക്കിയായിരുന്നു, ഓർക്കുന്നുണ്ടോ? നമ്മള് ഏതിന്റെയോ കെമിക്കൽ പ്രോപ്പർട്ടീസിനകത്ത് ബെൻസീനെ പ്രിപ്പയർ ചെയ്തായിരുന്നു. ഏതെന്നറിയോ? നമ്മള് ഈതൈന്റെ 3 മോളിക്കൂൾ എടുത്തിട്ട് സൈക്ലിക് പോളിമറൈസേഷൻ ചെയ്തപ്പോൾ നമുക്ക് ബെൻസീൻ കിട്ടിയായിരുന്നു. അപ്പൊ അത് ഇവിടെ തന്നെ എഴുതുക. ഒന്നാമത്തേത് സൈക്ലിക് പോളിമറൈസേഷൻ. സൈക്ലിക് പോളിമറൈസേഷൻ എന്ന് പറയുമ്പോൾ CH ട്രിപ്പിൾ ബോണ്ട് CH, CH ട്രിപ്പിൾ ബോണ്ട് CH, വീണ്ടും CH ട്രിപ്പിൾ ബോണ്ട് CH. എന്താ സംഭവിക്കുന്നത്? ഞാൻ നേരത്തെ ഒരു റെഡ് ഹോട്ട് ട്യൂബ് എന്ന് മാത്രമേ എഴുതിയുള്ളായിരുന്നു അല്ലേ? റെഡ് ഹോട്ട് അയൺ ട്യൂബാണ്. റെഡ് ഹോട്ട് അയൺ ട്യൂബാണ്.
അവിടെയും ടെമ്പറേച്ചർ 873 കെൽവിൻ ആണ്. ഇനിയിപ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, എന്താ അവിടെ ബെൻസീൻ ഉണ്ടാവുമെന്ന് അറിയാൻ പറ്റും ഇല്ല, നമ്മൾ നേരത്തെ അത് പഠിച്ചതാണ്. രണ്ടാമത്തേത് ഡീകാർബോക്സിലേഷൻ ഓഫ് അരോമാറ്റിക് ആസിഡ്. അരോമാറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ബെൻസീൻ റിങ്ങിന്റെ മണ്ടയ്ക്ക് COOH വരുന്ന ആളിനെയാണ് നമ്മൾ അരോമാറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. അതായത് ബെൻസോയിക് ആസിഡ്. അവരുടെ ഡീകാർബോക്സിലേഷൻ ചെയ്യണം. ഡീകാർബോക്സിലേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഡീകാർബോക്സിലേഷൻ മീൻസ് റിമൂവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഡീകാർബോക്സിലേഷൻ എന്ന് പറയുന്നത് റിമൂവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. റിമൂവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പം അത് ഇതിൽ നിന്നാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്യുന്നത്? അരോമാറ്റിക് ആസിഡ്. നമ്മളൊരു അരോമാറ്റിക് ആസിഡ് എടുക്കും, അതായത് ബെൻസീൻ റിങ്ങിന്റെ മണ്ടയ്ക്ക് COOH വന്നു കഴിഞ്ഞാൽ അവൻ അരോമാറ്റിക് ആസിഡ് ആയില്ലേ? ആയി. സിംപ്ലി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് അറിയോ? നമ്മൾ ഇത് സോഡിയവുമായിട്ട് ട്രീറ്റ് ചെയ്യാൻ പോവാം. മെറ്റാലിക് സോഡിയമായിട്ട് ട്രീറ്റ് ചെയ്യാൻ പോവാം. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പിനകത്ത് എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഇവിടെ ഈ Hനെ അങ്ങോട്ടേക്ക് മാറ്റിയിട്ട് ഈ Na അവിടെ വരും. അപ്പൊ അവന്റെ സോഡിയം ബെൻസോയേറ്റ് എന്നായിരിക്കും അവന്റെ പേര്. നോക്കിക്കോ, നമുക്ക് അവന്റെ പേര് നോക്കിക്കോ. ഇവൻ ഇങ്ങനെ വരുന്നു. ഇവിടെ COO അതേപോലെ തന്നെ അടുത്ത എന്താ? Na. ഓക്കെ ആണല്ലോ. ഇവന്റെ പേര് ബെൻസോയിക് ആസിഡ് എന്നാണ്. മെറ്റാലിക് സോഡിയമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പം സോഡിയം ബെൻസോയേറ്റ് ഉണ്ടാകുന്നു. സോഡിയം ബെൻസോയേറ്റ് ഉണ്ടാകുന്നു. കഴിഞ്ഞിട്ടില്ല. നമുക്ക് വേണ്ടത് റിമൂവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്തിട്ടുണ്ടോ? കാർബൺ ഡൈ ഓക്സൈഡിനെ ഇവിടെ റിമൂവ് ചെയ്തോ? ഇല്ല. കാർബൺ ഡൈ ഓക്സൈഡ് ഇപ്പോഴും അവിടെ തന്നെയാണ്. ഈ കോമ്പൗണ്ട് നമ്മൾ എടുക്കും വീണ്ടും. എന്താ? ഈ കോമ്പൗണ്ട് നമ്മൾ വീണ്ടും എടുത്തിട്ട്, അതായത് COONA എടുത്തിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യാൻ അറിയാമോ? നമ്മൾ ഒരു ബേസുമായിട്ട് ട്രീറ്റ് ചെയ്യാൻ പോവാം. NaOH ഇൻ പ്രസൻസ് ഓഫ് CaO. അപ്പൊ എന്താ സംഭവിക്കുന്നത് അറിയോ? ഇവിടെ N രണ്ടെണ്ണം ഉണ്ടല്ലോ, അപ്പം Na2. ഈ COO ഉണ്ടല്ലോ, Na2CO എന്ന് പറയുമ്പോൾ CO2 അല്ലേ? ഈ ഓയും കൂടെ ചേരുമ്പോൾ എന്തായിട്ട് മാറും? Na2CO3 ആയിട്ട്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്തു. പക്ഷെ കാർബണേറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്നതേ ഉള്ളൂ. CO2നെ അവിടെ നിന്ന് റിമൂവ് ചെയ്തു. പക്ഷെ അത് എന്തിന്റെ ഫോമിലാണ് റിമൂവ് ചെയ്തത്? സോഡിയം കാർബണേറ്റ് ആയിട്ടാണ് റിമൂവ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. പിന്നീട് ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പം ബാക്കി എന്താ ഉള്ളത്? ഇവിടെ നിന്ന് ഈ NAയും പോയി, COയും പോയി. പിന്നെ ബാക്കി ഇവിടെ എന്തേ ഉള്ളൂ? ബാക്കി ഇവിടെ ബെൻസീൻ മാത്രമേ ഉള്ളൂ. കണ്ടോ? മൂന്നാമത്തേത് റിഡക്ഷൻ ഓഫ് ഫീനോൾ. ഇവിടെ വേണേ എഴുതിയിട്ടോണം കേട്ടോ. അതായത് ഇവര് വേണ്ട ഇത്രയും പേരാ ചേരുന്നത്. ഇവിടെ വേണ്ട ഇത്രയും പേര് ചേർന്നിട്ട് പോവാ. അതായത് ഇവിടെ ഇങ്ങനെ എടുത്താൽ മതി. ഇത്രയും പേര് ചേർന്ന് എന്റേതാവും. ഓക്കെ, ഇത് എന്റേതായിട്ട് മാറും. ഓക്കെ ആണല്ലോ. എന്നിട്ട് ഈ H വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഇവര് പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഈ H ഫ്രീ ആയിട്ട് ഈ H വന്നിട്ട് തന്നെ ഇവിടെ വന്ന് ചേരും. ഇതാണ് സംഭവിക്കുന്നത്. കാരണം ബെൻസീൻ റിങ്ങിന്റെ എല്ലാ കാർബണിന്റെ മണ്ടയ്ക്ക് ഓരോ H ഉണ്ടല്ലോ. ആ Hനെ മാറ്റിയിട്ടാണ് COONA അവിടെ വന്നത്. അപ്പൊ COONA അവിടെ നിന്ന് പോകുമ്പോൾ പിന്നെ തിരിച്ചാരും അവിടെ വരണം? H അവിടെ വന്നേ പറ്റത്തുള്ളൂ. ശരിയല്ലേ? ഓക്കെ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. മൂന്നാമത്തേത് റിഡക്ഷൻ ഓഫ് ഫീനോൾ. അപ്പൊ ഫീനോൾ എന്ന് പറയുമ്പോൾ ബെൻസീൻ റിങ്ങിന്റെ മണ്ടയ്ക്ക് OH വരുന്നതിനെയാണ് നമ്മൾ ഫീനോൾ എന്ന് പറയുന്നത്. ഇവനാണ് ഫീനോൾ. ഇവനെ നമ്മൾ റിഡക്ഷൻ ചെയ്യുക. നമ്മളൊരു മെറ്റലിന്റെ സഹായത്തോടു കൂടിയാണ് സിങ്ക്. എന്ത് സംഭവിക്കുന്ന അറിയോ? ഒന്നുമില്ല. ഈ ഓക്സിജനെ കൊണ്ട് ആര് പോകുന്നറിയോ? സിങ്ക് അങ്ങ് പോയിട്ട് ZN ഉണ്ടാവും. പിന്നെ ഈ H അവിടെ പറ്റി പിടിക്കും. അപ്പൊ എന്താ? ബെൻസീൻ തന്നെയാവും. ഇത് റിയാക്ഷൻ വിത്ത് സിങ്ക് ഡസ്റ്റ് എന്നൊക്കെ പറയും. സിങ്കിന്റെ പൊടിയായത് സിങ്ക് ഡസ്റ്റ് ആണ്. ZNO ആണ് സിങ്ക് ഓക്സൈഡ്.
എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഈ ഓക്സിജനെ കൊണ്ട് സിങ്ക് അങ്ങ് പോകും, ഇസഡെന്നോ ആവും. ബാക്കി ഈ എച്ച് എന്ത് ചെയ്യും, ഇവിടെ പോയിട്ട് പറ്റിപ്പിടിക്കും. അപ്പൊ എന്താ, ശരിക്കും ബെൻസീന്റെ എല്ലാ പോയിന്റിലും ആരുണ്ട് ശരിക്കും, ഇവിടെ എല്ലാം ആരുണ്ട്, ഇവിടെ എല്ലാം ഹൈഡ്രജൻ ഉണ്ട്, നമ്മൾ പറഞ്ഞതാണ് അല്ലേ. ആ ഹൈഡ്രജനെ മാറ്റിയിട്ടാണ് അവിടെ OH വന്നത്. ഇവിടത്തെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെയാണ് OH വന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഇനിയും റിയാക്ഷൻ സിങ്കുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഈ ഓയിനെ കൊണ്ട് സിങ്ക് അങ്ങ് പോകും, ബാക്കി എച്ച് എന്ത് ചെയ്യും, ഇവിടെ തന്നെ പറ്റും. ഓക്കെ ആണോ? ഐഡിയ കിട്ടിയോ? ഐഡിയ കിട്ടിയോ മക്കളെ? എല്ലാവർക്കും ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ജോഹാനൊക്കെ ഓക്കെ ആണോ? ജോഹാൻ, അന്ന, പാർവണയൊക്കെ ഓക്കെ ആണോ? പാർവണ, അനഘ, അലീഷ, സൂര്യഗായത്രി 2 ക്ലാസ് കയറിയില്ലായിരുന്നല്ലോ, ഇത് ഓക്കെ ആണോ ഈ പറയുന്നതൊക്കെ? ഓക്കെ. അപ്പൊ ഇനിയിപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മളിപ്പം ഇതുവരെ എന്താ ബെൻസിന്റെ പ്രിപ്പറേഷൻ ആണല്ലോ പഠിച്ചത്. ഇനി ബെൻസിന്റെ കെമിക്കൽ പ്രോപ്പർട്ടിയും കൂടെ പഠിപ്പിച്ച് നമ്മുടെ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തേക്ക് കയറുകയാണ്. അപ്പം ഹെഡിങ് എഴുതിക്കും, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ബെൻസീൻ. അതിൽ ആദ്യത്തേത് നൈട്രേഷൻ ആണ്. നൈട്രേഷൻ 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 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? എപ്പോഴും ആലോചിച്ചോണം, ബെൻസീൻ റിങ്ങിനകത്ത് NO2 ഗ്രൂപ്പിനെ ആഡ് ചെയ്യുന്ന റിയാക്ഷനെയാണ് നമ്മൾ നൈട്രേഷൻ എന്ന് പറയുന്നത്. അവിടെ ഒരു നൈട്രേറ്റിംഗ് മിക്സ്ചർ ഉണ്ട്, ആ മിക്സ്ചർ ബെൻസീൻ റിങ്ങിനകത്ത് ആഡ് ചെയ്താലേ NO2 ഒന്ന് ആഡ് ആവത്തുള്ളൂ. അപ്പൊ നൈട്രേറ്റിംഗ് മിക്സ്ചർ എന്താണെന്ന് പറഞ്ഞ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് 1 മാർക്കിന്. അപ്പം അത് നമുക്കൊന്ന് നോക്കാം. അതായത് ബെൻസീൻ റിംഗ് അങ്ങോട്ട് എടുക്കുന്നു, ഇതാണ് നമ്മുടെ ബെൻസീൻ റിംഗ്. ഇതിനെ നൈട്രേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ അതിനകത്ത് നൈട്രേറ്റിംഗ് മിക്സ്ചർ ആഡ് ചെയ്യണം. നൈട്രേറ്റിംഗ് മിക്സ്ചർ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? കോൺസെൻട്രേറ്റഡ് HNO3യും കോൺസെൻട്രേറ്റഡ് H2SO4 ആണ് അവിടുത്തെ നൈട്രേറ്റിംഗ് മിക്സ്ചർ. ഓക്കെ. അപ്പൊ എന്തുണ്ടാവും അറിയാമോ? ബെൻസീൻ റിങ്ങിന്റെ മണ്ടയ്ക്ക് നൈട്രേഷൻ എപ്പോൾ നടത്തി കഴിഞ്ഞാലും NO2 ഗ്രൂപ്പ് ആയിരിക്കും വന്ന് ആഡ് ചെയ്യുന്നത്. അപ്പം ഇത് നൈട്രേറ്റിംഗ് മിക്സ്ചർ എന്താണെന്ന് എഴുതി വെച്ചേക്കണം. നൈട്രേറ്റിംഗ് മിക്സ്ചർ 1 മാർക്കിന് ചോദിക്കാറുണ്ട്. നൈട്രേറ്റിംഗ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? കോൺസെൻട്രേറ്റഡ് HNO3 പ്ലസ് കോൺസെൻട്രേറ്റഡ് H2SO4നെയാണ് നമ്മൾ നൈട്രേറ്റിംഗ് മിക്സ്ചർ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ നൈട്രേഷൻ കഴിഞ്ഞു. രണ്ടാമത്തേത് സൾഫോണേഷൻ. സൾഫോണേഷൻ എന്ന് പറയുമ്പോൾ നൈട്രേഷൻ എന്ന് പറയുമ്പോൾ ഏത് ഗ്രൂപ്പിനെ ആഡ് ചെയ്തത്? നൈട്രേഷൻ എന്ന് പറയുമ്പോൾ ഏത് ഗ്രൂപ്പാണ് ബെൻസീൻ നിങ്ങൾ ഉണ്ടെങ്കിൽ ആഡ് ചെയ്തത്? NO2 ഗ്രൂപ്പ് ആണല്ലോ, നൈട്രജൻ അല്ല. മനസ്സിലായോ? ഐഡിയ കിട്ടിയോ? മെൽവിന് ഐഡിയ കിട്ടിയോടാ? മനസ്സിലായില്ല? NO2 ഗ്രൂപ്പാണ് ആഡ് ചെയ്തത്, അതായത് നൈട്രേറ്റ് ഗ്രൂപ്പ്, NO2 ഗ്രൂപ്പ്. അപ്പം അടുത്ത സൾഫോണേഷനകത്ത് ഏത് ഗ്രൂപ്പാണെന്ന് ആഡ് ചെയ്യുന്നത്? അല്ലല്ല, SO3H ഗ്രൂപ്പ്, സൾഫോണിക് ആസിഡ് ഗ്രൂപ്പ് എന്ന് അതിന് പറയാം. SO3H ഗ്രൂപ്പ് ആയിരിക്കും ആഡ് ആവുന്നത്.
അപ്പൊ അതിനുവേണ്ടി സൾഫണേഷൻ നടത്താൻ വേണ്ടി നമ്മൾ അവിടെ ഒരു മിക്സ്ചർ ഉണ്ട്. അല്ല, അവിടെ മിക്സ്ചർ അല്ല, അവിടെ പ്യൂർലി അത് ഒരു റിയേജന്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ. നമ്മൾ ബെൻസീൻ റിംഗ് എടുത്തിട്ട് അതിനകത്തോട്ട് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് മാത്രം ചേർത്ത് കഴിഞ്ഞാൽ ബെൻസീൻ റിങ്ങിനകത്ത് നോക്കിക്കോളൂ SO3H ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ആഡ് ചെയ്യും. SO3H. ഇവന്റെ പേര് നൈട്രോ ബെൻസീൻ എന്നൊന്ന് എഴുതിയേക്കണേ. ഇവന്റെ പേര് നൈട്രോ ബെൻസീൻ എന്നാണ്. ഇവന്റെ പേര് ബെൻസീൻ സൾഫോണിക് ആസിഡ് എന്നാണ്. സൾഫോണിക് ആസിഡ് എന്നാണ്. ഈ SO3H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൾഫോണിക് ആസിഡ് ഗ്രൂപ്പ് ആണ്. സൾഫോണിക് ആസിഡ് ഗ്രൂപ്പ്. ഓക്കെ, അടുത്തത് ഹാലോജനേഷൻ ആണ്. ഹാലോജനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബെൻസീൻ റിങ്ങിനകത്തോട്ട് ഹാലോജൻസിനെ ആഡ് ചെയ്യുന്നതിനെയാണ് ഹാലോജനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ബെൻസീൻ റിങ്ങിനകത്ത് ഞാൻ സിംപ്ലി Cl2 ആഡ് ചെയ്യാണ്. എന്തിന്റെ പ്രസൻസിലാണെന്ന് അറിയാമോ? AlCl3 പ്രസൻസില, അൺഹൈഡ്രസ് AlCl3 പ്രസൻസില. അലൂമിനിയം ക്ലോറൈഡ്, അലൂമിനിയം ക്ലോറൈഡ്, അലൂമിനിയം ട്രൈക്ലോറൈഡ്, അലൂമിനിയം ക്ലോറൈഡ് എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാമോ? അതായത് ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തെ ഒരു Cl-നെ ഇവൻ കുറച്ച് നേരത്തേക്ക് പിടിച്ചു. 2 Cl ഉണ്ടല്ലോ, ഒരു Cl, ഈ AlCl3 ആഡ് ചെയ്തതിന് മെയിൻ കാരണം തന്നെ Cl-നെ ഒരു എണ്ണത്തിനെ പിടിച്ചു വെക്കാനാണ് കുറച്ച് നേരത്തേക്ക്. അപ്പൊ ഇവിടെ AlCl4 മൈനസ് എന്ന് പറയുന്ന അയോൺ ഉണ്ടാവും, കുറച്ച് നേരത്തേക്ക് പിടിച്ചു വെക്കത്തില്ല. അപ്പൊ ബാക്കി ഒരെണ്ണം ഫ്രീ അല്ലേ, അവൻ പോയിട്ട് എവിടെ ആഡാവും? ഇവിടെ ആഡാവും. അപ്പൊ എന്തുണ്ട്? ബെൻസീന്റെ മണ്ടയ്ക്ക് എന്ത് വരുന്നു? കണ്ടോ, Cl വരുന്നു. ഓക്കെ ആണല്ലോ. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ പിടിച്ചു വെച്ച സാധനത്തിനെ വീണ്ടും വിട്ടുകൊടുക്കും. അത് പിന്നെ അത് നോക്കേണ്ട, തൽക്കാലം ഇത് പഠിച്ചാൽ മതി. ഇവന്റെ പേര് ക്ലോറോ ബെൻസീൻ. ക്ലോറോ ബെൻസീൻ എന്നാണ്. ക്ലോറോ ബെൻസീൻ എന്നാണ്. അടുത്തത് ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. നാലാമത്തേത് ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. ഈ ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ എന്ന് പറയുമ്പോൾ ഇൻട്രൊഡക്ഷൻ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് ആണ്. ആൽക്കൈൽ ഗ്രൂപ്പ് നമ്മൾ ഇതുവരെ നൈട്രോ ഗ്രൂപ്പിനെ ചേർത്തു, സൾഫോണിക് ആസിഡിന്റെ ഗ്രൂപ്പിനെ ചേർത്തു, ഹാലജനെ ചേർത്തു. അപ്പം ഇത് അടുത്ത് എന്തിനാ ചേർക്കാൻ പോകുന്നത്? ആൽക്കൈൽ ഗ്രൂപ്പിനെയാണ് ബെൻസീൻ റിങ്ങിൽ ആഡ് ചെയ്യാൻ പോകുന്നത്. ആ ആൽക്കൈൽ ഗ്രൂപ്പിനെ ബെൻസീൻ റിങ്ങിൽ ആഡ് ചെയ്യുന്ന റിയാക്ഷനെയാണ് ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നറിയാമോ? നമ്മളൊരു ബെൻസീൻ റിങ് എടുക്കും. ഈ ബെൻസീൻ റിങ്ങിനകത്തോട്ട് ഒരു ആൽക്കൈൽ ഹാലൈഡ് CH3Cl, ഇത് ബെൻസീനാണ്. ഇവന്റെ പേര് മീഥൈൽ ക്ലോറൈഡ് എന്നാണ്. ആണല്ലോ അല്ലേ? ഇവനൊരു ആൽക്കൈൽ ഹാലൈഡാ. അപ്പൊ എന്ത് സംഭവിക്കുന്നറിയോ? നമ്മൾ ഈ ക്ലോറിനെ കുറച്ചു നേരം പിടിച്ചു വെക്കണം. ക്ലോറിനെ പിടിച്ചു വെക്കാൻ നമ്മൾ ആരെ ആഡ് ചെയ്യുന്നത്? അൺഹൈഡ്രസ് AlCl3 ഇവിടെ ആഡ് ചെയ്യുന്നു. അപ്പൊ ഈ ക്ലോറിനെ ആര് കൊണ്ടുപോകും? ഇവൻ കുറച്ച് നേരത്തേക്ക് പിടിച്ചു വെക്കും. അപ്പൊ ഇവൻ ഫ്രീ ആയില്ലേ? ഇവൻ വന്നിട്ട് ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് എവിടെ വന്ന് ചേരും? ഇവിടെ വന്ന് ചേരുമ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പിനെ നമ്മൾ എന്ത് ചെയ്തു? ബെൻസീനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ഇവന്റെ പേരെന്താ? മീഥൈൽ ബെൻസീൻ എന്നായി. ഇവനെയാണ് നമ്മൾ ടൊളുവീൻ എന്ന് പറയുന്നത്. ടൊളുവീൻ. ഡൗട്ട് ഉണ്ടോ ചോദിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാം. ഇല്ല. അടുത്തത് ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. ഈ ഫ്രീഡൽ ആണ്, DAL അല്ല, DEL ആണ്. ഫ്രീഡൽ ക്രാഫ്റ്റ്. അടുത്തത് ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. ഈ അസൈലേഷൻ എന്ന് പറയുന്നത് ആൽക്കൈലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ?
ഇൻട്രൊഡക്ഷൻ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് ആയിരുന്നു. അപ്പൊ അസൈലേഷൻ എന്തായാലും അല്ല, അസൈൽ ഗ്രൂപ്പ്. ഇൻട്രൊഡക്ഷൻ ഓഫ്, നിങ്ങൾ പഠിക്കാത്ത ഒരു ഗ്രൂപ്പാണ്. ഇൻട്രൊഡക്ഷൻ ഓഫ് അസൈൽ ഗ്രൂപ്പ്. അപ്പൊ ഈ അസൈൽ ഗ്രൂപ്പ് എങ്ങനെ ആയിരിക്കുന്നത് നോക്കിക്കോണം. അസൈൽ ക്ലോറൈഡിനെ ഞാൻ അസൈൽ ഹാലൈഡ് എന്ന് ജനറലി പറയുവാണേ. നമ്മളൊരു അസൈൽ ഹാലൈഡിനെ എടുക്കാൻ പോവാണ്. അസൈൽ ഹാലൈഡ് ഇവനെയാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. അസൈൽ ഹാലൈഡ് എങ്ങനെ ഇരിക്കും എന്നാണ് പറയാൻ പോകുന്നത്. അസൈൽ ഹാലൈഡ് എപ്പോഴും നോക്കിയോ, ഈ സൈഡിൽ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് കാണും, എന്നിട്ട് സി ഡബിൾ ബോണ്ട് കാണും, ഇപ്പുറത്തൊരു ഹാലജൻ ഗ്രൂപ്പ് കാണും. അപ്പൊ ഇവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ആർ എന്ന് പറയുമ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് എക്സ് എന്ന് പറയുമ്പോൾ ഹാലജനെ ജനറലി റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, എക്സ് എന്ന. അപ്പൊ സി ഡബിൾ ബോണ്ടോടെ ഒരു സൈഡില് ആൽക്കൈൽ ഗ്രൂപ്പോ അല്ലെങ്കിൽ അറൈൽ ഗ്രൂപ്പ് വന്നാലും മതി കേട്ടോ. അറൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ ബെൻസിൻ റിംഗ് വന്നാലും അതാ. അപ്പൊ ഇവിടെ വേണമെങ്കിൽ ഒരു ബാർ ഇട്ടിട്ട് വേണം നിങ്ങൾക്ക് AR എന്ന് എഴുതാം, അറൈൽ. അവിടെ അല്ല, ഈ ആറിന്റെ ഇപ്പുറത്ത് ഇവിടെ തന്നെ ഇടണം. ആ ഭാഗത്താണ് എന്ത് വരുന്നത്, ആറ്. അല്ലെങ്കിൽ ഒന്നെങ്കിൽ തന്നെ ഇങ്ങനെ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം, CH3COCl. അല്ലെങ്കിൽ ഇങ്ങനെ വരാം, ബെൻസീൻ റിങ്, ഇവിടെ ഒരു ബെൻസീൻ റിങ്, എന്നിട്ട് എന്താ സി ഡബിൾ ബോണ്ടോ Cl, ഇങ്ങനെയും വരാം. ഇത് ആൽക്കൈൽ എന്താണ് ആൽക്കൈൽ ഗ്രൂപ്പ് വരുന്ന അസൈൽ ഹാലൈഡ്, ഇത് അറൈൽ ഗ്രൂപ്പ് വരുന്ന അസൈൽ ഹാലൈഡ്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നമ്മള് ബെൻസീനകത്തോട്ട് ഈ ഗ്രൂപ്പിനെയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. ബെൻസീൻ റിങ് എടുക്കുന്നു. അതിനകത്ത് ഒരു അസൈൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താ, CH3COCl. ഓക്കെ, ഞാൻ ഇനി സി ഡബിൾ ബോണ്ടോ ഒന്നും പറഞ്ഞു എഴുതത്തില്ല കേട്ടോ, ഇങ്ങനെ എഴുതുന്നത്. കാരണം CH3 സി ഡബിൾ ബോണ്ടോ Cl നെ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ CH3COCl ഇങ്ങനെ എഴുതുള്ളൂ. ഇത് എന്തിന്റെ പ്രസൻസിലാ, അനഹൈഡ്രസ് AlCl3. എന്തിനു വേണ്ടിയാ, ഈ ക്ലോറിനെ കൊണ്ടുപോകാൻ വേണ്ടി. ക്ലോറിനെ കൊണ്ടുപോകുമ്പോൾ ബാക്കി എന്ത് ചെയ്യുന്നറിയോ, ഈ സി വന്നത് ഇവിടെ ചേർന്ന്. ഓക്കെ, അപ്പൊ ഇവിടെ ഉണ്ടാകുന്നത് നോക്കിയോ, ഇങ്ങനെയാണ്. ഇവിടെ COCH3 ഉണ്ടാവും. ഇവന്റെ പേര് അസറ്റോഫിനോൺ എന്നാണ്. ഈ CH3CO ഗ്രൂപ്പിനാണ് അസൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കേട്ടോ. CH3CO ഗ്രൂപ്പിനെ, ഇത് കണ്ടോ, ഇതിന്റെ കൂടെ ഹാലജൻ വന്നുകൊണ്ടാണ് അസൈൽ ഹാലൈഡ് എന്ന് പറയുന്നത്. മനസ്സിലായി? എപ്പോഴും അസൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, അസൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH3CO ഗ്രൂപ്പിനെയാണ് അസൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, അതുകൂടെ വേണേ അവിടെ എഴുതിയിട്ടേക്കണം. അസറ്റോഫിനോൺ ഈ കോമ്പൗണ്ടിന്റെ പേരാ. ഓക്കെ, അടുത്തത് ഒരു റിയാക്ഷൻ കൂടെ എഴുതിക്കോ. അല്ല, ഇവിടെ ഒരു 3 റിയാക്ഷൻ കൂടെ ഉള്ളു പഠിക്കാൻ. അഡീഷൻ റിയാക്ഷൻ ഹെഡിങ് കൊടുക്കുക. അഡീഷൻ റിയാക്ഷൻ. അടുത്തത് അഡീഷൻ റിയാക്ഷൻ. അഡീഷൻ റിയാക്ഷൻ എന്നൊരു ഹെഡിങ് കൊടുക്കുക. അഡീഷൻ റിയാക്ഷൻ. നമ്മള് അഡീഷൻ റിയാക്ഷൻ ആൽക്കീന്റെ അവിടെ പഠിച്ചാണ്, ഓർക്കുന്നുണ്ടോ? ആൽക്കീന്റെ അവിടെ ആൽക്കീനകത്തോട്ട് ഡബിൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്ത് 2 ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു, 2 ക്ലോറിൻ ആഡ് ചെയ്യുന്നതും ഒക്കെ നമ്മൾ പഠിച്ചാ, ഓർക്കുന്നുണ്ടോ? സി ഡബിൾ ബോണ്ട് സി ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിനകത്ത് H2 ആഡ് ചെയ്യും ഇൻ പ്രസൻസ് ഓഫ് പ്ലാറ്റിനം പലേഡിയം.
അപ്പോൾ ഒരു എച്ച് ഇവിടെ ആഡ് ചെയ്യും, ഒരു എച്ച് ഇവിടെ ആഡ് ആയി, ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ആവും. ഇങ്ങനെ പഠിപ്പിച്ചാണോ? ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും അതേപോലെ തന്നെയാണ് ഈ റിയാക്ഷൻ നടക്കാൻ പോകുന്നത്. നോക്കിക്കോളൂ, ഇത് ബെൻസീൻ റിങ്ങിൽ ഉണ്ടാകുന്ന നോക്കിക്കോ. ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ബെൻസീൻ റിങ്ങിൽ ഇങ്ങനെ, അതായത് ബെൻസീൻ റിങ്ങിൽ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ നേടിയാണ്. ഹെഡിങ് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ, സബ് ഹെഡിങ് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. അപ്പൊ നോക്കിയോ, നമ്മൾ ബെൻസീൻ റിംഗ് എടുക്കുന്നു, ഈ ബെൻസീൻ റിങ്ങിനകത്തോട്ട് ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു. ഒരു ഹൈഡ്രജൻ മോളിക്കൂൾ ആഡ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം എന്താ, അവിടെ ഒരു ഡബിൾ ബോണ്ടേ ഉണ്ടായിരുന്നുകൊണ്ടാണ് നമ്മൾ ഒരു ബോണ്ടിനെ ബ്രേക്ക് ചെയ്ത് 2 ഹൈഡ്രജൻ ആഡ് ചെയ്തത്. ഇവിടെ എത്ര ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാനുണ്ട്? 1, 2, 3 എണ്ണത്തിനെ ബ്രേക്ക് ചെയ്യാനുണ്ട്. അപ്പൊ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഇവിടെ 3 × 6 ഹൈഡ്രജൻ മോളിക്കൂൾ വേണം. അപ്പൊ എന്ത് ചെയ്യും? ഇത് എന്തിന്റെ പ്രസൻസിലാ? നിക്കലിന്റെ പ്രസൻസിലായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? ഈ ഡബിൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ഒരു ഹൈഡ്രജൻ ഇവിടെയും വരുന്നു. ഈ ഡബിൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ഹൈഡ്രജൻ ഇവിടെയും വരുന്നു. ഈ ഡബിൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ഹൈഡ്രജൻ ഇവിടെയും വരുന്നു. അപ്പൊ ഡബിൾ ബോണ്ട് അങ്ങോട്ട് ബ്രേക്ക് ആവും. അപ്പൊ ഇവനിപ്പോ എന്തായിട്ട് മാറി? ബെൻസീൻ എന്തായിട്ട് മാറി? ഇത് ബെൻസീൻ ആയിരുന്നു, പക്ഷെ ഇവിടെ വന്നപ്പോ എന്തായിട്ട് മാറി? സൈക്ലോ ഹെക്സേൻ ആയിട്ട് മാറി. ഇതേപോലെ തന്നെ അഡീഷൻ ഓഫ് ക്ലോറിൻ നമുക്ക് ചെയ്യാം. അഡീഷൻ ഓഫ് ക്ലോറിൻ. അഡീഷൻ ഓഫ് ക്ലോറിൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഇതേപോലെ തന്നെ 3 ക്ലോറിൻ മോളിക്കൂൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സൺലൈറ്റിന്റെ പ്രസൻസിലാണ് ചെയ്യുന്നത്. സൺലൈറ്റ്. അപ്പൊ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കാനില്ല. ഇങ്ങനെ, അതായത് ഇവിടെ ഒരു ക്ലോറിൻ, ആ ബോണ്ടിനെ ബ്രേക്ക് ചെയ്ത് 2 ബോണ്ടിനെ ബ്രേക്ക് ചെയ്ത് ഇവിടെ 2 ക്ലോറിൻ കയറും. 2 ബോണ്ടിനെ ബ്രേക്ക് ചെയ്ത് ഇവിടെ 2 ക്ലോറിൻ കയറും. 2 ബോണ്ടിനെ ബ്രേക്ക് ചെയ്ത് ഇവിടെ 2 ക്ലോറിൻ കയറും. ഇതിന്റെ പേര് നോക്കി, ഇതിപ്പോ ബെൻസീൻ ആണ്. ഇത് സൈക്ലോ ഹെക്സാ ക്ലോറൈഡ്. ക്ലോറൈഡ്. ഒരു ചെറിയ ടോപ്പിക് കൂടെ ഉണ്ട്. ഈ ഒരു കാര്യം കൂടെ നമ്മൾ ആ നൈട്രേഷൻ, സൾഫണേഷൻ അങ്ങനെ പറഞ്ഞില്ലേ, അതെല്ലാം ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. അപ്പൊ അത് ആദ്യം മണ്ടയ്ക്കോട്ട് എഴുതുക. നൈട്രേഷൻ ഏറ്റവും മണ്ടയ്ക്ക് പോയിട്ട് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഹെഡിങ് കൊടുത്തിട്ട് വേണം അത് എഴുതാനേ. അതായത് ഇതുവരെ എഴുതിയല്ല, ഇപ്പൊ നമ്മൾ അഡീഷൻ റിയാക്ഷൻ എഴുതുന്നത് അതുപോലെ റിയാക്ഷൻ ആണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അത് അവിടെ പോയിട്ട് അങ്ങനെ എഴുതണേ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അതിന്റെ താഴെയാണ് അതെല്ലാം വരുന്നത്. ഏതാ? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അതിന്റെ താഴെയാണ് എന്തൊക്കെ വരുന്നത്? നൈട്രേഷൻ, സൾഫണേഷൻ, ഹാലജനേഷൻ, ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കലേഷൻ, ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ ഒക്കെ അതിന്റെ താഴെയാണ് വരുന്നത്. പിന്നെ അഡീഷൻ റിയാക്ഷനകത്താണ് നമ്മുടെ ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഒരു റിയാക്ഷൻ കൂടെ എഴുതിക്കോ. ഒരു റിയാക്ഷൻ, അത് ജനറൽ റിയാക്ഷൻ. അഡീഷൻ തന്നെ, അഡീഷനകത്ത് തന്നെ വരുന്നതാണ്. നോക്കിക്കോളൂ, അഡീഷനകത്ത് തന്നെ വരുന്നതാണ്. നോക്കിക്കോളൂ, ലാസ്റ്റ് റിയാക്ഷൻ ആണ്, അതുകൂടെ ഉള്ളൂ. ബെൻസീൻ ഒരു എത്രാമത്തെയാ? നമ്മളിപ്പോ എത്രാമത്തെ? മൂന്നാമത്തെ എഴുതിയിട്ട് അപ്പൊ എഴുതുക ബെൻസീൻ ഓൺ ട്രീറ്റ്മെന്റ് with excess of chlorine in the presence of
presence of anhydrous AlCl3 in dark to form hexachlorobenzene. ഹെക്സാക്ലോറോബെൻസീനും തൊട്ട് മുമ്പ് എഴുതിയ സൈക്ലോ ഹെക്സാക്ലോറൈഡും അതേപോലെ ബെൻസീനും ഹെക്സാക്ലോറോബെൻസീനും ഏകദേശം ഒരുപോലെ തന്നെയായിരിക്കും സ്ട്രക്ചർ ഇരിക്കുന്നത്, പക്ഷെ അത് ഡിഫറൻ്റ് ആണ്. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. നോക്കിയോ, നമ്മളൊരു ബെൻസീൻ റിംഗ് എടുക്കുന്നു. നേരത്തെ ക്ലോറിനെ ആഡ് ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ എന്താ ചെയ്തത്? 3 ക്ലോറിനെ ആഡ് ചെയ്തുള്ളൂ, ശരിയല്ലേ? ആണോ? 3 ക്ലോറിനെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ 3 ക്ലോറിൻ മോളിക്കൂൾ ആഡ് ചെയ്തപ്പോൾ അവിടെ ഈ ബോണ്ടിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് അവിടെ എന്ത് ചെയ്തത്? ഇതായത് അപ്പൊ ബെൻസീൻ സൈക്ലോ ഹെക്സേൻ ആയിട്ട് മാറി. എന്നാൽ ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് അറിയോ? ഇവിടെ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യുന്നില്ല, പകരം 6 Cl2നെ ആഡ് ചെയ്യാൻ പോകും, അൻഹൈഡ്രസ് AlCl3. അപ്പൊ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? ആ ബെൻസീന്റെ സൈഡിലുള്ള എല്ലാ ഹൈഡ്രജനെയും അവൻ എന്ത് ചെയ്യും? അവൻ മാറ്റിയിട്ട് ഇവിടെ ഇങ്ങനെ വരും. അതായത് ഇവിടെ ഒരു Cl, 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 ഇവിടെ ഒരു Cl. പക്ഷെ ആ ബോണ്ടിന് ഒരു മാറ്റവും കാണത്തില്ല, ബോണ്ട് അവിടെ തന്നെ കിടക്കും. ക്ലിയർ ആണോ? ഇവിടെ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. അതിന്റെ ആ പേരൂടെ ഒന്ന് മാറ്റി എഴുതണേ. ഇത് സൈക്ലോ ഹെക്സാക്ലോറൈഡ് അല്ല, ബെൻസീൻ ഹെക്സാക്ലോറൈഡ് എന്ന് തന്നെ ആക്കിക്കോ. BHC എന്നാണ് പറയുന്നത്. ലിൻഡെയിൻ എന്നൊക്കെ പറയും. അത് പരീക്ഷയ്ക്ക് പലപ്പോഴും വേറെ രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ നമ്മൾ നേരത്തെ പഠിച്ച അതിന്റെ പേരൊന്ന് മാറ്റിയേരെ. പേര് മാറ്റിയിട്ട് ഇങ്ങനെ ആക്കണം, ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ് എന്നാക്കുക. അതിനെ BHC എന്നും പറയുന്നു. അതേപോലെ തന്നെ ഗ്യാമെക്സെയിൻ എന്നും പറയും, GAMMEXANE, ഓർ ലിൻഡെയിൻ എന്നും പറയും. വേറൊരു പേരുകളുണ്ട്, 666 എന്നും പറയും. അപ്പൊ ഇത്രയും പേരിൽ ഇത് അറിയപ്പെടാറുണ്ട്. ഒന്ന് ബെൻസീൻ ഹെക്സാക്ലോറൈഡ്, BHC, ഗ്യാമെക്സെയിന്, ലിൻഡെയിന്, 666 എന്നും പറയും. ഓക്കെ ആണല്ലോ? തെറ്റിപ്പോലെ ബെൻസീൻ ഹെക്സാക്ലോറൈഡിനകത്ത് എന്തില്ല? ചുറ്റും ക്ലോറിൻ ഉണ്ട്, പക്ഷെ ഡബിൾ ബോണ്ട് ഇല്ല. കണ്ടോ? അതുകൊണ്ടാണ് ഹെക്സാ വന്നത്. എന്നാൽ ഇവിടെയോ? ഇവിടെ ഡബിൾ ബോണ്ടിനെ മാറ്റാതാണ് ക്ലോറിനെ ആഡ് ചെയ്തത്. അപ്പം ഇവന്റെ പേരെന്താ? എന്താ ഞാൻ പറഞ്ഞത്? ഹെക്സാക്ലോറോബെൻസീൻ. തെറ്റിപ്പോലെ ഇത് സ്പെഷ്യൽ ആയിട്ട് പഠിക്കുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകുന്ന റിയാക്ഷൻ ആണ്. ഇത് നമ്മൾ മറ്റേനകത്ത് എത്ര ക്ലോറിൻ ആഡ് ചെയ്യുന്നത്? മറ്റേനകത്ത് 3 ക്ലോറിൻ മോളിക്കൂളിനെ ആഡ് ചെയ്യുന്നത്. അവിടെ അൻഹൈഡ്രസ് AlCl3 ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ഡാർക്ക് കോൾഡ് കണ്ടീഷൻ കൂടെ ഉണ്ട്. ഡാർക്ക് കോൾഡ് എന്നും കൂടെ എഴുതിയത്, എന്നാലേ റിയാക്ഷൻ നടക്കുള്ളൂ. നമ്മൾ ആ ഡാർക്ക് എന്നല്ല എഴുതിയത്, ഇൻ ഡാർക്ക് ഫോം. അപ്പൊ ഡാർക്ക് കോൾഡ് കണ്ടീഷൻ കൊടുത്താലേ ഇത് ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ മറ്റേതുണ്ടാവും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഏതാ ചാപ്റ്റർ തീർന്നു? ഇതോടെ ചാപ്റ്റർ